സംശയമുണ്ടോ? 2025 മൂഞ്ചു. ലെറ്റ്സ് വെൽക്കം ഇറ്റ്സ് മ്യൂനൈസ്. വെൽക്കം ടു ദ ഷോ ഷോ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കൂടി കടന്നു പോയിരിക്കുകയാണ്. ആ വർഷത്തിന്റെ പേരാണ് 2024. ആ 2024 എന്ന വർഷത്തിലേക്ക് നമ്മൾ ആദ്യമായിട്ട് കാലെടുത്ത് വെച്ചപ്പോൾ ഒരുപാട് പ്ലാനിങ്ങും പ്രതീക്ഷകളും ഒക്കെ കൊണ്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതായിരിക്കും ഇവിടെ പലരുടെയും ഉത്തരം. ചിലർക്ക് മറിച്ച് വല്ല ഉത്തരം ഉണ്ടെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കമന്റിൽ അത് പറയാവുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 2024 എന്ന വർഷം വെറും വേസ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത പലതും ആ 2024 സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും 2024 ഒരു വേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത് 2024 പകുതിയിൽ വെച്ച് എനിക്കുണ്ടായിരുന്ന ഒരു ആഗ്രഹം 2024 അവസാനത്തോടു കൂടി സാധിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു വലിയ വില്ലൻ കാരണം എനിക്കത് സാധിച്ചില്ല. ആരാണ് ആ വില്ലൻ? ആ വില്ലനെ കുറിച്ച് പറയും മുമ്പ് നമുക്ക് 2025 വരാം. 2025 എന്ന ഈ പുതിയ വർഷത്തിൽ നിങ്ങളുടെ എല്ലാ പ്ലാനിങ്ങും തകർക്കാൻ പോകുന്നത് ആ വലിയ വില്ലനാണ്. ആരാണ് അയാൾ? ആ വില്ലനാണ് മടി. നിങ്ങൾ കേട്ടിട്ടില്ലേ മടിയൻ മല ചുമക്കുന്നുള്ളത്? ശരിക്കും മടിയൻ എന്ത് മലയാണ് ചുമക്കുന്നത്? മടി കാരണം അവൻ ഉപേക്ഷിച്ച അവസരങ്ങളെയോർത്തുള്ള ആ സങ്കടത്തിന്റെ വലിയൊരു കൂമ്പാരുണ്ട്. ആ മലയാണ് അവൻ ചുമക്കാൻ പോകുന്നത്. ഇങ്ങനെ മടിയനായിരുന്ന ഈ 2025 എന്ന വർഷം മൂഞ്ചുമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ മടിയെല്ലാം മാറ്റി വെച്ച് 2025 എന്ന വർഷത്തിന് വേണ്ടി നമ്മൾ ചെയ്ത എല്ലാ പ്ലാനിങ്സും നടപ്പാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്ര നേരം ഞാൻ പറഞ്ഞത് എന്നെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ പറയാൻ നീ ആരാടാ എന്ന് നിങ്ങൾക്ക് തോന്നും. ഞാൻ ആരാണെന്ന് എനിക്ക് പോലും അറിയില്ല. അപ്പോൾ ഞാൻ ആരാണെന്ന് എനിക്കറിയുന്ന ഒരു കാലത്ത് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ പറയും, ഞാൻ ഈ വീഡിയോയുടെ ആദ്യത്തിൽ പറഞ്ഞു 2025 എന്ന വർഷം മൂഞ്ചുമെന്ന്. ശരിക്കും 2025 എന്ന വർഷമാണോ മൂഞ്ചുന്നത്, അതോ ഈ 2025 എന്ന വർഷത്തിൽ മടിയന്മാരായി നിൽക്കുന്ന നമ്മളാണോ മൂഞ്ചുന്നത്? അത് നിങ്ങൾ കമൻറ്റിൽ പറയേ. അപ്പോൾ മടിയന്മാരെല്ലാവരും ഡിസ്ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മടിയന്മാരല്ലാത്തവരൊക്കെ ലൈക്ക് ചെയ്യാം. പിന്നെ മടിയെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.